വി ഡി സതീശൻ വനവാസത്തിന് പോകണമെന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇങ്ങനെയാണോ നിലപാടെടുക്കേണ്ടതെന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി വനവാസത്തിന് പോകേണ്ട ആളല്ലേ? എത്ര കാലമായി നാട്ടിൽ BJP ഭരണം നടത്തുന്നു, അതിനെതിരായി വലിയ പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുകയും അല്ലെങ്കിൽ ഭരണത്തിൽ ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തിയിട്ട് രാഹുൽ ഗാന്ധിക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമോ? കോൺഗ്രസ് ഇന്ത്യയിൽ ഇപ്പോൾ എത്ര സംസ്ഥാനത്ത് ബാക്കിയുണ്ട്? ശ്രീ രാജു പി നായരുടെ ഇതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. നിങ്ങൾ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണുന്നില്ല. നിങ്ങൾക്ക് അധികാരത്തിൽ കയറാനുള്ള ഒരു കുറുക്കു വഴിയാണ് രാഷ്ട്രീയം. വി ഡി സതീശൻ വനവാസത്തിന് ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അല്ലാണ്ട് 4 പതിറ്റാണ്ടിന് മേലെയുള്ള രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, ത്രിപുരയിലെ പോലെ CPM-ന്റെ അണികൾക്ക് കാട്ടിൽ ഒളിക്കേണ്ടി വരില്ല. കാരണം ഇവിടെ കോൺഗ്രസ് ആണ് ഉള്ളത്, മറുഭാഗത്ത് കോൺഗ്രസ് ആണ് ഉള്ളതുകൊണ്ട് CPM-ന്റെ അണികൾക്ക് ത്രിപുരയിലെ പോലെ കാട്ടിൽ ഒളിക്കാം. അവരെയും വനവാസത്തിൽ ഞങ്ങൾ വിടില്ല. വി ഡി സതീശൻ വനവാസത്തിന് പോവുകയില്ല. CPM-ന്റെ അണികൾ കോൺഗ്രസ് ഉള്ളതുകൊണ്ട് വനവാസത്തിലേക്ക് വിടുകയും ഞങ്ങളില്ല. പക്ഷെ ജയം ഒരു സംശയവും വേണ്ട, കോൺഗ്രസ് ആണ്, UDF ആണ്. UDF-ന്റെ മുഖ്യമന്ത്രി ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.